വെസ്റ്റ് ഇൻഡീസുമായുള്ള സൂപ്പർ ക്ലാസ് പോരാട്ടത്തിൽ വിമർശകരുടെ മാത്രമല്ല നായകൻ സൂര്യകുമാർ യാദവിൻ്റെ കൂടി വായടിപ്പിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ. മലയാളി താരത്തിൻ്റെ വൺമാൻ ഷോ ഇല്ലായിരുന്നെങ്കിൽ ടൂർണമെൻറ്റിൽ സെമിഫൈനൽ പോലും കാണാതെ ഇന്ത്യ പുറത്താകുമായിരുന്നു. 50 ബോളിൽ നിന്ന് 97 റൺസുമാണ് സഞ്ജു ഇന്ത്യയുടെ സൂപ്പർ ഹീറോയി മാറിയത്. വെറും 50 ബോളിൽ നേരിട്ട അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സിൽ 13 ഫോറും 4 കൂറ്റൻ സിക്സറും ഉണ്ടായിരുന്നു. കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും സഞ്ജു തന്നെയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ പുച്ഛിച്ചു തള്ളിയ ക്യാപ്റ്റൻ സൂര്യയ്ക്കുള്ള സഞ്ജുവിൻ്റെ ചുട്ട മറുപടി കൂടിയാണിത്. മലയാളി താരത്തെ അന്ന് നിസ്സാരമായി തള്ളിക്കളഞ്ഞ സൂര്യ ഇപ്പോൾ പറഞ്ഞത് കേട്ട് എല്ലാവരും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. സൂര്യ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയുമായുള്ള സൂപ്പർ 8 വമ്പൻ പോരാട്ടത്തിന് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു സഞ്ജു സാംസണിനെ പുച്ഛിച്ചുകൊണ്ടുള്ള പ്രതികരണം സൂര്യകുമാർ നടത്തിയത്. ഇന്ത്യൻ മുൻനിര ബാറ്റിംഗ് ഗ്രൂപ്പ് ഘട്ടത്തിലുടനീളം പതറിയ സാഹചര്യത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവരുമോ എന്നായിരുന്നു സൂര്യയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ഇതിനോട് വളരെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയുമാണ് സൂര്യകുമാർ മറുപടി നൽകിയത്. അഭിഷേകിന് പകരം ഞാൻ സഞ്ജുവിനെ കളിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ തിലക് വർമ്മയുടെ സ്ഥാനത്ത് കളിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് സൂര്യകുമാർ പുച്ഛത്തോടു കൂടി അന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. ഈ പ്രതികരണത്തിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. കഴിഞ്ഞ മത്സരത്തിൽ അതേ പ്ലേയിങ് ഇലവനെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നിലനിർത്തുമെന്നായിരുന്നു സൂര്യകുമാർ മറുപടി പറഞ്ഞത്. അഭിഷേക്, തിലക് എന്നിവരിൽ നിന്ന് അത്ര മികച്ച താരമല്ല സഞ്ജു എന്നും പരോക്ഷമായി പറയുന്ന തരത്തിൽ പ്രതികരിച്ചത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. എന്നാൽ സൂര്യകുമാർ യാദവ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. അഭിഷേക് ശർമ്മയുടെയും തിലക് വർമ്മയുടെയും പകരം വന്നും സഞ്ജു സാംസനെ കളിപ്പിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ പരിഹരിച്ച സൂര്യകുമാർ യാദവിൻ്റെ പുതിയ പ്രതികരണം കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസുമായുള്ള സൂപ്പർ 8 മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിന് പിന്നാലെയാണ് മലയാളി താരത്തെ വാനോളം പുകഴ്ത്തിയത്. സഞ്ജു സാംസണിൻ്റെ ഇന്നിംഗ്സ് ഗംഭീരമായിരുന്നു. കാത്തിരിക്കുകയും ഒരുപാട് ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന നല്ല ആളുകൾക്ക് നല്ല കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുകയെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ മാത്രമല്ല, സഞ്ജുവിനെ നേരത്തെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ വലിയ വേദിയിൽ അതിൻ്റെ ഫലവും സഞ്ജുവിന് ലഭിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തിൽ മികച്ച ബാറ്റിങ്ങിലൂടെ ടീമിനെ വിജയത്തിലെത്തിക്കുകയും ഇന്ത്യയെ സെമിഫൈനൽ വരെ എത്തിച്ച സഞ്ജുവിൻ്റെ പ്രകടനത്തെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൂര്യകുമാർ യാദവ്. സഞ്ജുവിന് കളിക്കാർക്കിടയിൽ മാത്രമല്ല, മലയാള സിനിമാ നടന്മാരെല്ലാം തന്നെ ഇപ്പോൾ സഞ്ജുവിനെ പുകഴ്ത്തുന്ന വീഡിയോ വൈറലാണ്. സഞ്ജുവിൻ്റെ ഇന്നിംഗ്സ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യ സെമിയിലെത്തിയതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.